ഉത്തരവുണ്ടായിരിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമം സർക്കാരിന് നടത്താം എന്ന ഉത്തരവ് ലഭിച്ചിരിക്കുന്നു. വിവരങ്ങളുമായി ലിഡിയ ജേക്കബ് ചേരുന്നുണ്ട്. ലിഡിയ, എന്തൊക്കെ ഉപാധികളോടെ നിർദ്ദേശങ്ങളോടെയാണ് അയ്യപ്പ സംഗമം നടത്താൻ സർക്കാരിന് അനുമതി നൽകിയിരിക്കുന്നത് കോടതി? സർക്കാരിന് അതേപോലെ തന്നെ ദേവസ്വം ബോർഡിനും വലിയ ആശ്വാസം ആയിട്ടുള്ള ഒരു വിധി തന്നെയാണ് വന്നിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം നടത്താം എന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. മാത്രമല്ല കർശന ഉപാധികളോടെ, കർശന നിർദ്ദേശങ്ങളോടെയാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു തീരുമാനം പറഞ്ഞിരിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ ഈ ശബരിമലയുടെ പവിത്രതയെ ബാധിക്കരുത് എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കൃത്യമായിട്ടുള്ള കണക്കുകളിലും കാര്യങ്ങളിലുമൊക്കെ ഒരു സുതാര്യത വേണം. എത്രയൊക്കെയാണ് ലിഡിയ തുടരാമോ? മന്ത്രി വി എൻ വാസവൻ മാധ്യമങ്ങളോട്. കോടതിയെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലാണ് ആ കാര്യങ്ങൾ. എല്ലാ അർത്ഥത്തിലും സുതാര്യമാണ് ആഗോള അയ്യപ്പ സംഗമം. ബഹുമാനപ്പെട്ട കോടതി ഈ വിഷയത്തെ സംബന്ധിച്ചോളം നടത്തിയിട്ടുള്ള പരാമർശങ്ങളും അതിൻ്റെ വിധിയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നടത്താൻ കൂടുതൽ പ്രചോദനമായി അത് മാറിയിരിക്കുന്നു. വിശ്വാസി സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഭാവിയിൽ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റിത്തീർക്കുക എന്ന കാഴ്ചപ്പാടാണ് ഈ കാര്യത്തിൽ ദേവസ്വം ബോർഡിനും അതേപോലെ തന്നെ അതിന് സഹായിക്കുന്ന ഗവൺമെൻറ്റിനും ഉള്ളത്. ആ രൂപത്തിൽ തന്നെ ഈ കാര്യങ്ങൾ ഭംഗിയായി വിജയകരമായി ചിട്ടയായി നടത്താൻ കഴിയും. അതിന് സഹായകരമാണ് ഈ വിധി. ഏറെ സ്വാഗതം ചെയ്യും. ഈ 3 വേദികളാണ് അവിടെ ഒരുക്കാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വിവിധ വിഷയങ്ങളാണ് ഓരോ വേദികളിലും ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനൊക്കെയുള്ള പാനൽ ഒക്കെ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അതിപ്പോൾ ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഞങ്ങൾ വീണ്ടും മീറ്റിംഗ് ഉണ്ട്. അതിലെ പാനൽ തീരുമാനിക്കുകയുള്ളൂ. ഇപ്പോൾ 3 വേദി എന്ന് പറയാൻ കാരണം ആദ്യം ഒരു ഉദ്ഘാടന സമ്മേളനം, അത് പൊതുവായി കഴിഞ്ഞാൽ കുറച്ച് സമയം മാത്രമേ എടുക്കൂ. അത് കഴിഞ്ഞാൽ ഒന്ന് ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മാസ്റ്റർ പ്ലാൻ, അത് വരുന്നവരെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് ഒരു കാര്യം, ഒരു വേദി. 2, കൂടുതൽ പശ്ചാത്തല സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട ക്രിയാത്മക നിർദ്ദേശങ്ങൾ വരുന്ന മുഴുവൻ സ്വാഗതം ചെയ്യുന്ന തരത്തിൽ എന്തൊക്കെ ഇപ്പോൾ നമുക്ക് റെയിൽവേ കണക്ടിവിറ്റി വരാൻ പോകുന്നു, എയർപോർട്ട് വരാൻ പോകുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ കിഫ്ബി ഫണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 146 കോടി രൂപയുടെ പ്രോജക്റ്റ്, ഓൺഗോയിങ് പ്രോജക്റ്റാണ്. രണ്ട് ഘട്ടം തീർന്നു കഴിഞ്ഞിരിക്കുന്നു. നിലയ്ക്കലെയും തീർന്നു, എരുമേലിയും തീർന്നു. ഇനി കഴക്കൂട്ടവും അതുപോലെ തന്നെ ആറ്റിങ്കലെയും ചെങ്ങന്നൂരിലെയാണ് തീരുമാനം ബാക്കി തീരാനുള്ളത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കും. അതോടൊപ്പം തന്നെ വരുന്ന തീർത്ഥാടകർക്ക് ഇന്നും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ ഒക്കെ തരം കാര്യങ്ങളെ സംബന്ധിച്ചോളം അവരുടെ പുതിയ ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അത് എഴുതി തരാനുള്ള അവസരം ഉണ്ടാക്കും. ഇത് 2ാമത്തെ സെഷൻ. 3ാമത് ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ഇതിനെ മാറ്റുന്ന രംഗത്തേക്ക് ക്രിയാത്മകമായ നിർദ്ദേശം അവരുടെ ഭാഗത്ത് എന്തുണ്ട് അത് സ്വീകരിക്കും. ഇങ്ങനെ 3 തരത്തിലുള്ള വേദി എന്നുള്ള കാര്യം നേരത്തെ തന്നെ ആലോചിച്ചിട്ടുണ്ട്. അത് നിർദ്ദേശങ്ങൾ എഴുതി വാങ്ങിയതിന് ശേഷം അവിടെ കൂടിയ പ്രതിനിധികളൊക്കെയായി ബന്ധപ്പെട്ടൊരു കമ്മിറ്റി രൂപീകരിക്കും. ആ കമ്മിറ്റി ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ബന്ധപ്പെട്ടവരൊക്കെയായി കൂടി ആലോചിച്ച് അവസാനമായ തീരുമാനമെടുക്കും. എല്ലാ സംസ്ഥാനത്തും വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതിനിധികൾ വരുന്ന രൂപത്തിൽ നമ്മൾ വിവിധ സംഘടനകൾ, നമ്മൾ ഒരു അയ്യപ്പന്മാർ ഇവിടെ വന്നു പോയിട്ടുള്ളവരാണ് ക്ഷണിച്ചിട്ടുള്ളത്. വന്നു പോയിട്ടുള്ളവരും വിവിധ സംഘടനകൾ, ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ, അവർക്ക് 28 സംസ്ഥാനങ്ങളിൽ യൂണിറ്റ് ഉണ്ട്. അവരിവിടെ വരുന്ന അയ്യപ്പ ഭക്തന്മാരുണ്ട് സ്ഥിരമായി. അങ്ങനെ നിരവധി ഘട്ടങ്ങളിൽ വന്നിട്ടുള്ളവരാണ് ഇതിനകത്ത് പ്രതിനിധികളായി സെലക്ട് ചെയ്ത് അവരയക്കുന്നത്. അതുപോലെ തന്നെ വിവിധ വിദേശ രാജ്യങ്ങളിൽ അയ്യപ്പ ഭക്തന്മാരായി ഇവിടെ എത്തിച്ചേരും. ദേവസ്വം ബോർഡിൻ്റെ അതിനെല്ലാം കണക്കുണ്ട്. അവർ ആ ക്യൂ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ, വെർച്വൽ ക്യൂ രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ എടുത്തിട്ടുള്ള കണക്കും അതെല്ലാം വെച്ച് ആശയവിനിമയം നടത്തിയിട്ടാണ്. പിന്നെ വിവിധ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും അയ്യപ്പ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ചില സംഘടനകളുണ്ട്. ആ സംഘടനകളുടെ പ്രതിനിധികൾ, എല്ലാം പ്രതിനിധികളെയാണ്. അല്ലാതെ വലിയൊരു ഭക്തജന പ്രവാഹമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ തരത്തിൽ പ്രതിനിധികളെ ക്ഷണിച്ചിട്ട് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ സർക്കാരിന് നമുക്ക് ആഗോള അയ്യപ്പ സംഗമത്തിന് കോടതിയുടെ ഉത്തരവ് നൽകിയത്, കോടതിയുടെ ആ വിധി കൂടുതൽ പ്രചോദനമാകുമെന്നാണ് മന്ത്രി പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായിട്ടുള്ള പന്തലാണ് ഒരുക്കുക. നിലവിൽ വരുന്ന തീർത്ഥാടകർക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലായിരിക്കും നടക്കുക. സർക്കാരിന്റെ പണമോ ബോർഡിന്റെ പണമോ ഒന്നും ദൂർത്തടിക്കാനല്ല, ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ഇതിനെ മാറ്റുക എന്നത് മാത്രമാണ് ലക്ഷ്യമെന്നാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പ്രതികരിച്ചത്. ലിഡിയ ജേക്കബ് ചേരുന്നു. ലിഡിയ, നേരത്തെ കോടതിയുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? ഒപ്പം തന്നെ സർക്കാരിന്റെ പദ്ധതികൾ എങ്ങനെയൊക്കെയാണ്?
തന്നെ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളോടെയാണ് കോടതി ഇത്തരത്തിലൊരു അനുമതി നൽകിയിരിക്കുന്നത്. അതായത് ശബരിമലയുടെ പവിത്രതയെ ഈ ഒരു അയ്യപ്പ സംഗമം ബാധിക്കാൻ പാടില്ല. അത് ബാധിക്കാത്ത തരത്തിലായിരിക്കണം അത്തരത്തിലൊരു സംഗമം നടത്തേണ്ടത്. വിശ്വാസികളുടെ കാര്യം ഇതിൽ പരിഗണിക്കണമെന്ന് കൂടി ഹൈക്കോടതി പറയുന്നുണ്ട്. സാമ്പത്തിക കണക്കുകളിൽ സുതാര്യത വേണം എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലുള്ള ഹർജികളിൽ അത് തന്നെയായിരുന്നു സൂചിപ്പിച്ചിരുന്നത്. എത്ര പണം ചിലവാക്കുന്നു, അത് എങ്ങനെ കണ്ടെത്തുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിൽ സുതാര്യത വേണം എന്ന് കൂടി ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ഈ VVIPകളെ കുറിച്ചുള്ള ഒരു മാനദണ്ഡവും കാര്യങ്ങളുമൊക്കെ ഈ ഹർജികളിൽ ഉയർന്നു വന്നിരുന്നു. ഏത് തരത്തിലാണ് ഈ VVIPകളെ തീരുമാനിക്കുന്നത്, അതിനുള്ള ഒരു മാനദണ്ഡം എന്തൊക്കെയാണ്, അവർക്ക് എന്തൊക്കെയാണ് പരിഗണന നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഹർജികളിൽ ചോദ്യം ഉയർന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രതിനിധികൾക്കൊക്കെ പ്രത്യേക പരിരക്ഷ നൽകരുത് എന്ന് കൂടി ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. അതിന് കാരണമായി പറയുന്നത് ഈ ഇത്തരത്തിലുള്ള സംഗമം നടത്തുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള അയ്യപ്പ ഭക്തരുണ്ട്. അവരുടെ അവകാശങ്ങളോ അവരുടെ സുരക്ഷയോ ഒന്നും തന്നെ ഹനിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതെ വേണം ഒരു ഇത്തരത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തേണ്ടത് എന്ന് കൂടിയാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു പരിസ്ഥിതിയുടെ കാര്യത്തിലും ശബരിമലയുടെ പരിസ്ഥിതിയെയും കാര്യങ്ങളെയും ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിലായിരിക്കണം ഇത്തരത്തിൽ അയ്യപ്പ സംഗമം നടത്തേണ്ടത് എന്ന് കൂടിയാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. എന്തായാലും കർശന നിർദ്ദേശങ്ങളോടെ കർശന ഉപാധികളോടെ കൂടിയാണ് അയ്യപ്പ സംഗമം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക്, അത്തരത്തിലുള്ളൊരു അനുമതിയിലേക്ക് ഹൈക്കോടതി വന്നിരിക്കുന്നത്. ശരി ലിഡിയ.